നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരെല്ലാവരും ദേ ഊണ് കഴിക്കാനായിട്ട് ഓണസദ്യക്ക് വേണ്ടി ഇരുന്നു കഴിഞ്ഞു. വിഭവസമൃദ്ധമായ ഓണസദ്യയിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ പഞ്ചരത്ന ഫാമിലി ഇവിടെ മൊത്തമായിട്ടുണ്ട്. പഞ്ചാഗ്നിയിലെ ആൾക്കാരെല്ലാവരും ഉണ്ട്. ചേച്ചി ഒരു ഫുഡി ആണോ? ഇതിൽ ഈ പറഞ്ഞ പോലെ ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം എന്താണ് ചേച്ചിയുടെ? അംബിക ചേച്ചിയുടെ വിഭവം ഏതാണ് ഏറ്റവും ഇഷ്ടം? ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഈ ഫ്രൂട്ട്സ് ഇട്ട് പൈനാപ്പിൾ പച്ചടി. പിന്നെ മൊത്തത്തിൽ സദ്യ ഇഷ്ടാണ്. പിന്നെ ഓക്കെ, ഇനി അടുത്ത ആരാധി തമിഴ്നാട്ടിൽ നിന്നാണ് വന്നേക്കുന്നത്. നമ്മുടെ സദ്യയൊക്കെ പുടുക്കുമാ? ആക്ച്വലി ഇത് ഞങ്ങൾ ആദ്യം കഴിക്കുന്നതാണ്. ഇതാണ് ഫസ്റ്റ് ടൈം ഇങ്ങനെ. ഫസ്റ്റ് ടൈമാ இந்த மாதிரி സദ്യ കഴിക്കറേ? എന്താ തമിഴ്നാടോட സദ്യ എന്താ കേരളോட സദ്യ എപ്പടി തോന്നുറേ? തമിഴ്നാട്ടിൽ സദ്യ എന്നൊന്നും ഇല്ല കേട്ടോ. സദ്യ ഇല്ല അവിടെ? അവിടെ മീൽസ് സാമ്പാർ, രസം, കൂട്ടുപൂരയില് അങ്ങനെ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ ഒന്ന് വെറൈറ്റി ഞാൻ കണ്ടിട്ടില്ല അവിടെ. ഓക്കെ, ഇനി ഏറ്റവും കൂടുതൽ നമ്മുടെ ഇവിടെ ഹോമിന്റെ ആൾക്കാരാണ്. യെസ്, എന്ത് തോന്നുന്നു? സദ്യ എപ്പടി ഇർക്ക്? അല്ല സോറി, മലയാളമാണല്ലോ നിങ്ങള്? മലയാളം. സദ്യ കഴിച്ചു തുടങ്ങിയില്ല, കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് കഴിക്കാൻ വേണ്ടിട്ട്. കഴിക്കട്ടെ എന്ന് ചോദിക്കാൻ വരുമായിരുന്നു. അപ്പൊ മീര അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരട്ടെ എന്ന് വിചാരിച്ചു. ഇതില് സദ്യയിൽ ഏതാ? പപ്പടം ഫാനാണോ? ഇതിലേതാണ്? എന്തെങ്കിലും വീട്ടിൽ ഉണ്ടാക്കാറുണ്ടോ? കുക്ക് ചെയ്യാറുണ്ടോ മോള്? നല്ല കുക്കാണ്? നല്ലൊന്നുമില്ല, കുറച്ചൊക്കെ ചെയ്യും. സാമ്പാറൊക്കെ ഉണ്ടാക്കും. ഓക്കെ, അപ്പൊ അവിയല്, തോരൻ എല്ലാം ഇന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ അവിയല് കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. കഴിച്ചോളൂ. വറുത്ത കൈ മൊത്തം അവള് കഴിച്ചു. ഞാൻ ഇവിടെയൊക്കെ ചോദിച്ചു എനിക്ക് ആ മാതിരിയുള്ള സാധനം തരുമോന്ന്. അപ്പൊ 5 ഒരെണ്ണം തന്നു, പിന്നെ ബാക്കി ഞാൻ എടുത്തു. പിന്നെ രാജേഷ് ചേട്ടനോട് ചോദിച്ചു, പപ്പാടെ എടുത്തു വായിലിട്ട്. അരുണ് ഒരു ചെറിയ കഷ്ണം തന്നു, ഇവള് പിന്നെ തന്നു. ഇത്ര ഒരു കഷ്ണം തന്ന ഇപ്പൊ എന്താല്ലേ? അയ്യോ എന്റെ ചേട്ടാ, ഇതുവരെ നമ്മൾ എത്ര നേരമായിട്ട് തുടങ്ങിയ പ്രശ്നമാണ് രാജേഷേട്ടാ. ഇവിടെ കായവർത്തയിലാണ് ഇന്നിപ്പോ പിടിച്ചത്. ഫുഡ് എന്ന് പറയുമ്പോഴേ പ്രശ്നമാണല്ലോ. ഈ ഫുഡ് കഴിഞ്ഞിട്ട് ഇനി ഈ പ്രശ്നമൊക്കെ തീരുള്ളൂ. പ്രത്യേകിച്ച് പെണ്ണുങ്ങളുടെ അവിടെ ഇപ്പോൾ ബാക്കി എല്ലാ പ്രശ്നങ്ങളും മാറിപ്പോൾ ഫുഡിന്റെ പ്രശ്നമായിരിക്കുകയാണ്. ഞങ്ങളിവിടെ ആകാംക്ഷ ഭരിതരായിട്ടിരിക്കുകയാണ്. ഇവിടെ ഒരാൾ എൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് തുടങ്ങട്ടെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അർമാൻ അഗസ്തി ആണോ? എന്തുണ്ട് അർമാനെ? എനിക്ക് നല്ല വിശപ്പുണ്ട്. വിശപ്പുണ്ട്? കഴിച്ചോളൂ സംസാരിക്കട്ടോ. ഞാൻ ഇത് വിഷമിപ്പിക്കുന്നില്ല. ഇതിൽ ഏറ്റവും ആദ്യം കൂട്ടാൻ പോകുന്ന ഒരു വിഭവം ഏതായിരിക്കും? ഞാൻ ആദ്യം കായവറുത്തെടുത്ത് തിന്നു. അത് കഴിഞ്ഞ് പിന്നെ എല്ലാം ഇങ്ങനെ തൊട്ട് നോക്കി ടേസ്റ്റ് ഒക്കെ ഉണ്ടോ നോക്കി. ഇനി പറഞ്ഞാൽ അപ്പൊ തന്നെ തുടങ്ങും. പിന്നെ സാമ്പാറുള്ള വലിയ കഷ്ണമൊക്കെ ഞാൻ എടുത്ത് തിന്നു വിശന്നിട്ട്. സ്റ്റാർട്ട് ക്യാമറ റോളിംഗ് ആക്ഷൻ ആയിക്കോളൂ കേട്ടോ. തുടങ്ങിക്കോളൂ. പിന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു ഏറ്റവും കുറവ് ചോറ് കഴിക്കുന്ന ഒരാള്, എനിക്ക് വളരെ കുറച്ചേ ചോറ് എടുത്തിട്ടുള്ളൂ. എന്താട്ടാ അങ്ങനെ? അത് പായസം കുടിക്കാൻ. പായസം കുടിക്കാൻ വേണ്ടിയാണോ? പക്ഷെ ഏറ്റവും കൂടുതൽ ഫുഡ് കഴിക്കണ ആരാന്നറിയോ? ആരായിരിക്കും? ഇന്ന് അടുക്കിരിക്കുന്ന ആളാണോ? വെറുതെയാണ് ചേച്ചി, ചുമ്മാ പറയുന്നതാ. നിങ്ങൾ പറ. ഒന്നുമില്ല. ഇവിടെ ഞങ്ങൾ എല്ലാരും കഴിക്കുന്നതിനേക്കാളും കൂടുതൽ കഴിക്കുന്ന അവളാ. ആണോ? ഇത് എനിക്ക് തോന്നുന്നു ശരീരത്തിൽ പിടിക്കാത്തതാണ്. ഇങ്ങനെയാണോ? ജനറ്റിക്കലി ഇങ്ങനെയാണോ? അതെ, എന്ത് കഴിച്ചാലും വണ്ണമാക്കില്ല. ഇതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാ പാർക്കുട്ടീന്റെ? പരിപ്പാണോ? ബാക്കിയോ? പപ്പടം ഇഷ്ടമാണോ? ആണ്. പായസമൊക്കെ ഇഷ്ടല്ലേ? വെള്ള പായസമാണോ ഇഷ്ടം, കറുത്ത പായസമാണോ ഇഷ്ടം? വെള്ള പായസമാണ് ഇഷ്ടം. പ്രിയങ്ക ചേച്ചി പാറക്കുട്ടിയാണ് അടുത്തിരിക്കുന്നത്. അതൊക്കെ ഇരുന്നോട്ടെ. അവിടം തൊട്ട് ഇവിടം വരെ കറങ്ങി വരുമ്പോഴത്തേന് ഈ ചോറ് നോക്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവിടുത്തെ സംസാരം മുഴുവൻ കഴിഞ്ഞ് വരുമ്പോഴത്തേന് ഞങ്ങൾ ഇത് കഴിച്ച് തീർത്ത് എഴുന്നേറ്റ് പോകും. ഞാൻ ഇന്ന് എങ്ങാണ്ട് ഒരു തൊഴുത്തിൽ കുട്ടിയായിട്ട് നിൽക്കുക, കഴിക്കാൻ സമ്മതിക്കുന്നില്ല. അതെ, അവിടുത്തെ ഇങ്ങനെ സംസാരം തുടങ്ങിയിട്ടേ ഉള്ളൂ. ചോറിന്റെ കാര്യം ചോദിക്കുന്നത്. നമ്മളിവിടെ ഇരുന്ന് തുടരണോ വേണ്ടയോ? അപ്പോഴാണ് കൊച്ചിരിക്കുന്നത്. കൊച്ചെന്നെ കണ്ടപ്പോ തന്നെ പറഞ്ഞു സുഗമദേവിയിലെ ഭാർഗവി അല്ലേന്നല്ലേ. സുസ്മിത എന്താണ് ദേവിയെ പോലെ ഇരിക്കുകയാണ്. ഞങ്ങളുടെ സുഗമോ ദേവിയിലെ ദേവി ഭക്ഷണം കഴിച്ചു തുടങ്ങിയായിരുന്നോ? ഇല്ല, തുടങ്ങിയില്ല. വീട്ടിലെന്തെങ്കിലും കുക്ക് ചെയ്യാറുണ്ടോ ഈ സദ്യ സമയത്ത്? എന്തെങ്കിലും ചെയ്യും. ഇപ്പൊ കുറച്ചു കാലമായിട്ട് മടി പിടിച്ചു. ആണോ? അമ്മയാണോ ബാക്കിയൊക്കെ ചെയ്യുന്നേ? എന്നാൽ ഇതിൽ ഏറ്റവും നന്നായിട്ട് വെക്കുന്ന ഒരു വിഭവം ഏതാണ് സുസ്മിത? ഞാൻ അവിയൽ വെക്കും, പിന്നെ ചോറ് എല്ലാം വെക്കും. അതാ എനിക്ക് പണി വെക്കുന്നോട് പറഞ്ഞു കൊടുക്കും. അവരതിനകത്ത് ഭാര്യയും ഭർത്താവായിട്ട് അഭിനയിക്കുന്ന നിങ്ങൾ തമ്മിലുള്ള നിങ്ങൾ തീർത്തോ. ഞാനിപ്പോ അവിടെ ഇല്ല. ഭാർഗവി കുടുംബശ്രീയുടെ പണിക്കൊക്കെ ആയിട്ട് പോയി തുടങ്ങി. നിങ്ങൾ നിങ്ങളുടെ കാര്യം തീർക്കട്ടാ. അല്ല, എന്താണ് ഭാര്യനെ പറ്റി? ഭാര്യ ഇതേ കഴിക്കാനിരിക്കുകയാണ്. ഭാര്യ എന്ന് പറയുമ്പോൾ വളരെ നല്ല ഭാര്യയാണ്. അല്ല, ഭാര്യ നല്ലൊരു സ്വഭാവത്തിലുടമയാണ്. ദേവി തന്നെയാണ്. അല്ല, നിങ്ങൾ എന്തെങ്കിലും ഇങ്ങനെ ഭാര്യ എല്ലാം കൊടുക്കുന്നുണ്ടോ? എന്തായാലും ഓണമൊക്കെ അല്ലേ? അതൊക്കെ വേണോ? അങ്ങനെ ഭാര്യ ഭർത്താവല്ലേ? അത് വേണോ? അത് വേണോ? നീ കഴിക്കൂലേ? അതവള് കഴിച്ചോ. പപ്പടമെങ്കിലും പൊട്ടിച്ചു കൊടുക്കൂട്ടോ. ഫിറോസിക, വിഭവ സമ്പ്രദായ സദ്യയാണ്. ഏതിൽ നിന്നാണ് തുടങ്ങാൻ പോകുന്നത്? സാധാരണ ഞാൻ തുടങ്ങുമ്പോഴും മാംസം, എൻ്റെ വീട്ടിൽ സദ്യ ഉണ്ടെങ്കിൽ ഒരു മാംസ കഷ്ണം സൈഡിലുണ്ടാവും. രാവിലെ 2 റക്അത്ത് നമസ്കരിച്ചിട്ട് വന്നിട്ടാണ് എൻ്റെ സദ്യ തുടങ്ങുന്നത്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ
നമ്മൾ പപ്പടത്തിൽ അങ്ങ് പൊളിച്ചെടുക്കാൻ പോവുകയാണ്. പപ്പടത്തിലാണ് ഫിറോസ്ക. പപ്പടത്തിലാണെങ്കിൽ കേശു ഓൾറെഡി അയ്യോടാ ചക്കരേ പറഞ്ഞോ. ഏത് ഏറ്റവും ഇഷ്ടമുള്ള ഏതാ സദ്യയിൽ ഏറ്റവും താല്പര്യമുള്ള? പായസം. വെള്ളയാണോ മറ്റേ കറുത്ത പായസം, ശർക്കര പായസമാണോ? അങ്ങനെ പായസം പറഞ്ഞ കൊണ്ടുവന്ന് വെച്ചെടുത്താ എല്ലാം കഴിച്ചോളൂ. എല്ലാം. ശിവാനി? അയ്യോ അങ്ങനെയൊന്നും ചോദിക്കരുത്, എല്ലാം ഇഷ്ടമാണ്. പക്ഷെ സാമ്പാറും പരിപ്പും നെയ്യും ഒരു പ്രത്യേക കോമ്പിനേഷൻ അല്ലേ? അതിലാണ് നമ്മൾ മലയാളികൾ അല്ലേ? അതാണ്. ആൻഡ് യെസ് ഗൗരി, എന്താണ്? അവിയലാണ് യുവർ ഫേവറേറ്റ്. അത് കഴിഞ്ഞാൽ അവിയൽ കഴിഞ്ഞാലുള്ള പ്രിയം? അങ്ങനെ ചോദിച്ചാൽ കിച്ചടി ഇഷ്ടമാണ്. കിച്ചടി ഇഷ്ടമാണ്. ഇതേ കെട്ടിയോൻ അപ്പുറത്തിരുന്ന് കഴിക്കുന്നുണ്ട്. നിങ്ങൾ എന്താ അടുത്തിരിക്കാഞ്ഞേ? ലേറ്റ് കമറ. അതുകൊണ്ടാണ്. പടിക്ക് പുറത്ത്. ആൻഡ് ജൂഹി ഡയറ്റ് നോക്കുന്നുണ്ട്. സദ്യ കഴിക്കാനായിട്ട് എന്തെങ്കിലും വിഷമം എന്തെങ്കിലും ഉണ്ടോ? ഡയറ്റ് ഒന്നുമില്ല. പിന്നെ എന്താണ് കഴിച്ചാലും? അല്ല ഡയറ്റ് നോക്കിയാലോ? പിന്നെ ഡയറ്റ് നോക്കിയാൽ മാഞ്ഞു പോകുന്നു. ഇപ്പൊ തന്നെ ഇല്ല അല്ലേ ചേച്ചി? കഴിക്കുന്നുണ്ട്, ശരീരത്തിൽ പിടിക്കാത്തത് എന്റെ തെറ്റ് ആണോ അമ്മേ? ശരീരത്തിൽ പിടിക്കാത്തയാണോ? ആവശ്യത്തിന് കഴിക്കും, പക്ഷെ ഇങ്ങനെ തന്നെ ഇരിക്കണേ. അത് ഭാഗ്യമല്ലേ, എന്തുകൊണ്ടെങ്കിലും കഴിക്കാമല്ലോ. അതാണ്. നിശ്ചയിച്ചിക്കോ? എനിക്ക് പരിപ്പ്, നെയ്യ്, പപ്പടം, പിന്നെ ഇഞ്ചിക്കറി. ഇഞ്ചിക്കറി. അതാണ്. നിശ്ചയിച്ച് വീട്ടിലുണ്ടാക്കുന്നതിൽ ഏറ്റവും ഗംഭീരമായിട്ട് ഉണ്ടാക്കുന്ന ഏതാ സദ്യ ഡിഷില്? സാമ്പാർ. സാമ്പാറാണ്. അടിപൊളി സാമ്പാറാണ്. ഇനി ബാലുവച്ചനോട് എന്നെ ചോദിക്കട്ടെ, അച്ഛന് ഏറ്റവും താല്പര്യമുള്ളത്? പഴം. അതിപ്പോ സദ്യയുടെ അല്ലല്ലോ കേട്ടോ, അത് വേറെ അല്ലേ? ആണല്ലേ? എന്നാലും അതാണ് ബാക്കി എല്ലാവർക്കും. പുളിശ്ശേരി ഇഷ്ടമാണ്. പുളിശ്ശേരി ഇഷ്ടമാണ്. ലാസ്റ്റ് പുളിശ്ശേരിയിൽ നിർത്താനായിട്ട് രസം ഇഷ്ടമാണ്. ഈ ഇലയിൽ കഴിക്കുന്നത് എങ്ങനെയാണ് ബാലചേട്ടൻ? എനിക്കൊന്ന് ഇഷ്ടമാണോ ഇലയിൽ? പ്ലേറ്റിലൊന്നും അല്ലാതെ നമ്മുടെ ഓണമൊക്കെ എന്നാലും കുറച്ച് കൂടുതൽ കഴിക്കാൻ തോന്നാറുണ്ടോ സദ്യ ആയോണ്ട്? തോന്നാറുണ്ട്. പായസം ഇഷ്ടമാണോ? എനിക്ക് 3 കൂട്ടം പായസം ഇഷ്ടമാണ്. എല്ലാതരം പായസം ഇഷ്ടമാണ്. എല്ലാം ഇഷ്ടം. ഒന്നും വെറുതെ വിടൂല. കണ്ടോ പറയുന്നത് കേട്ടോ. എന്തെങ്കിലും കൺട്രോൾ ചെയ്യണം എന്ന് ഭർത്താവിനോട് പറയാനുണ്ടോ? ഞാൻ ബീച്ചറിനോട് എപ്പോഴും കൺട്രോൾ ചെയ്യാൻ പറയും. എന്തെങ്കിലും ഒന്നല്ല, ബീച്ചറിനോട് കൺട്രോൾ ചെയ്യാൻ. എന്നിട്ട് ഇങ്ങനെ നല്ലൊരു ഓണമായിട്ട് ഞാനൊന്നും പറയണില്ല. പ്ലാൻ ആണ് ഇവിടെ തന്നെ. യെസ് കുട്ടിമാമ, ഞാൻ ഞെട്ടി മാമ. എന്താണ് ഭാര്യനെ അടുത്തിരുത്ത് വിളമ്പി വായിൽ വെച്ച് കൊടുക്കാഞ്ഞത്? അകന്ന് ഇരിക്കുന്തോറും അടുക്കൽ കൂടും. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ എല്ലാരും കഴിച്ചോണ്ടിരിക്കുകയാണ്. സോ അവര് മീൽ എൻജോയ് ചെയ്യട്ടെ.